കോട്ടയത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് വന്ന ഒരു ദൃശ്യം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. KSRTC ബസിന്റെ മത്സരയോട്ടത്തിനിടെ തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്ന് യാത്രക്കാരി രക്ഷപ്പെട്ടു. ആ ദൃശ്യം ഒരു ഉൾക്കുളിരോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കോട്ടയം കുമിളി റോഡിലെ 18-ാം മൈലിലാണ് ആ സംഭവം ഉണ്ടായത്. വാഴൂർ സ്വദേശിനി സിനിയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. പ്രദേശത്ത് ബസ്സുകളുടെ മത്സരയോട്ടം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ആ സ്ഥലത്ത് വല്ല ഈ മത്സരയോട്ടത്തിന് ഉപയോഗിക്കുന്ന ഫോർമുല 1 കാർ റേസിന്റെയും ഒരു സർക്യൂട്ട് ഇടാം. സിനിയുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ M രാകേഷ് സംസാരിച്ചു. ആ റിപ്പോർട്ടും കാണാം, ആ ദൃശ്യവും കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം വാഴൂർ 18-ാം മൈലിലാണ്. ഇന്നലെ ഏവരെയും നടുക്കിയ ഒരു അപകടം സംഭവിച്ചില്ല. അപകടം നടന്നേനെ എന്ന് വിചാരിച്ചുകൊണ്ട് ഏവരെയും നടുക്കിയ ഒരു സംഭവം ഉണ്ടായത് ഈ 18-ാം മൈലിലെ പെട്രോൾ പമ്പിന് തൊട്ട് മുന്നിലായിട്ടാണ്. ഇവിടെയാണ് നമ്മുടെ കോട്ടയത്തുള്ള സിനിച്ചേച്ചി ബസ് ഇറങ്ങിയത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഓഫീസ് വിട്ട് വന്നതാണ്. അപ്പം ബസ് സാധാരണ രീതിയിൽ ഇവിടെയാണ് 6 മണി കഴിയുമ്പോൾ നിർത്താറ്. ഇവിടെ ലൈറ്റൊക്കെ ഉള്ളൂ. അവിടെ പിന്നെ മറ്റ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇച്ചിരി ഇരുട്ടൊക്കെ ആയതുകൊണ്ട് ഇവിടെയാണ് നിർത്താറ്. പൊതുവെ എല്ലാ ബസ്സുകളും അവിടെയാണ് നിർത്താറ്. അങ്ങനെ ഞാൻ കാലെടുത്ത് വെച്ചപ്പം മിന്നൽ പോലെ ഈ KSRTC മുന്നിൽ കൂടെ പോകുന്ന മാത്രമേ കണ്ടുള്ളൂ. വേറെ എന്താണെന്ന് നടക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. പിന്നെ ആകെപ്പാടെ കിളിപോയ അവസ്ഥയിൽ ഇങ്ങനെ പോവുമായിരുന്നു. ഇവിടെ ഇങ്ങനെ മത്സരയോട്ടം ഉണ്ടോ അല്ലെങ്കിൽ റോഡിന് വീതി കുറവാണ്, എന്താണ്? അത് നാഷണൽ ഹൈവേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിന് ആ ഒരു ഹൈവേയുടെ വീതിയൊന്നും ഇല്ല. പിന്നെ മത്സരയോട്ടം അത് എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ടൈമിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടോ, സാങ്കേതികതയൊന്നും അറിയത്തില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് മാത്രമേ അറിയുള്ളൂ. വീട്ടിൽ ചെന്ന് പറഞ്ഞോ? വീട്ടുകാർ ഇത് കണ്ടോ? അതിന് ശേഷമാണോ? അല്ല, ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു. അപ്പം അന്നേരം എല്ലാവരും ഷോക്കായി. പിന്നെ വീഡിയോയും കൂടെ കണ്ടപ്പോഴാണ് കുറച്ചുകൂടെ സീരിയസ്നെസ് മനസ്സിലായത്. ഈ പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങളാണ് അല്ലേ? അതെ, പെട്രോൾ പമ്പിൻ്റെ ആയിരിക്കണം. ഈ മത്സരയോട്ടമാണോ അല്ലേ എന്നറിയില്ല. എന്തായാലും ഈ റൂട്ടിൽ വളരെ വേഗതയിലാണ് ബസ്സുകൾ പോകുന്നത്. ഒപ്പം തന്നെ റോഡിൻ്റെ വീതി കുറവും അതൊരു കാരണമായിട്ടുണ്ടാവണം. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുള്ളത്. ഈ പെട്രോൾ പമ്പിന് മുമ്പിലാണ് ചേച്ചി ബസ് ഇറങ്ങിയിട്ടുള്ളത്. ആ സമയത്ത് കണ്ടിരുന്ന ആളാണ്. എന്താണ് പേര്? ജിതിന് ആ സമയത്ത് എങ്ങനെയാണ് കണ്ടത്? എങ്ങനെയായിരുന്നു കണ്ടത്? ബസ് നിർത്തി ചേച്ചി ഇറങ്ങുന്ന വഴിക്ക് KSRTC റോങ് സൈഡ് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. പെട്ടെന്ന് പേടിച്ചു പോയി. കാരണം ചേച്ചി ഇറങ്ങുന്നു, തൊട്ട് ഫ്രണ്ടി മരം. ഇവിടെ മത്സരയോട്ടം പതിവുണ്ടോ? മത്സരയോട്ടം പതിവുണ്ട്. അപകടം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഈ ട്രാൻസ്പോർട്ട് വരുമ്പോഴേ വണ്ടി മാറ്റി വെച്ചിട്ട് മാറി നിൽക്കുക റോഡ് സൈഡിൽ നിന്ന്, പേടിച്ചിട്ട് ഇങ്ങനെ ഒത്തിരി അപകടമാണ്. ഞങ്ങളെ ഓടിച്ചെന്ന് ഹൈവേ അറിയിക്കുന്നു, ഇവരെ അന്നേരം ആശുപത്രിയിലേക്ക് ആക്കുന്നു, അവരുടെ വീട്ടുകാരെ വിളിച്ച് അറിയിക്കുന്നു. ഞങ്ങൾ ഈ പിള്ളേരെല്ലാം കൂടി ചെയ്യുന്ന പരിപാടികളാണ്. തലനാരിഴയ്ക്കാണ് ഇന്നലെ ഈ റോഡിൽ ഒരു ജീവൻ പൊലിയാതിരുന്നത്. ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും ജീവനുകൾ റോഡിൽ പൊലിയും. കോട്ടയത്തു നിന്നും M രാകേഷ്, റിപ്പോർട്ടർ.